ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കൂടെ സൂപ്പറായിട്ട് പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. ഈ ബീഫിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു 6 വിസിൽ വരെ അടുപ്പിച്ച് നന്നായി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണിത്. ഇനി നമുക്ക് കറിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ ഒരു 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 മീഡിയം സവാള ആഡ് ചെയ്താൽ മതി. ഈ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള വഴന്ന് വരണം, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അധികം വഴന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 പച്ചമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പേസ്റ്റ് ചേർക്കുന്നതിനേലും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റുക. വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ അധികം മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ബീഫ് നേരത്തെ വേവിച്ചപ്പോൾ 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് തന്നെ വേവിച്ചതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2.5 തക്കാളി, നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തക്കാളി ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബീഫ് നമ്മളൊരു 6 വിസിൽ വരെ കുക്കറിലിട്ട് വേവിച്ച് എടുത്തിട്ടുള്ള ബീഫാണ്. ഇതാ ഇനിയിപ്പോൾ ഈ ബീഫ് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബീഫ് ഒരു 10-15 മിനിറ്റോളം ഈ ഒരു മസാലയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം, എങ്കിലേ മസാല ഒക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഈ മല്ലിയിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ ബീഫിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതാ ബീഫ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കറിയുടെ ഗ്രേവി അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്